കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സ്വപ്നങ്ങളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏതിരുട്ടിലും ദൂരെ വെളിച്ചമുണ്ടെന്നുള്ള സ്വപ്നമാണ് അവൻ കാണുന്നത്. ആ പ്രത്യാശയാണ് അവനെ നടത്തുന്നത്. ചില സ്വപ്നങ്ങൾ പൂക്കൾ പോലെയാണ്. അവ നമ്മുടെ മനസ്സിൽ എന്നും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും. പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിലെന്നും സ്വപ്നങ്ങളുടെ ചിറകിലേറാനും അതിലൂടെ ജീവിത ലക്ഷ്യം നേടാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 9 സ്റ്റുഡൻറ് സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയോ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥതലങ്ങളും വൈകാരികമായ ആഴവുമുണ്ട്. കേവലം അക്ഷരക്കൂട്ടുകൾക്കപ്പുറം മനുഷ്യരുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കാനുള്ള ശക്തി അവയ്ക്കുണ്ട്. സന്തോഷം നൽകാൻ, വേദന ഉണർത്താൻ, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ, കരുത്തു പകരാൻ എല്ലാം വാക്കുകൾക്ക് കഴിയും. ഗൗരീശങ്കറിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. വിജയവും പരാജയവും. വിജയവും പരാജയവും ജീവിതത്തിൻ്റെ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. രണ്ടും ഒരേപോലെ പ്രധാനവും സ്വാഭാവികവുമാണ്. പരാജയം വിജയത്തിലേക്കുള്ള ആദ്യ പടിയായും അമിത ആത്മവിശ്വാസം ഒഴിവാക്കാനുള്ള പാഠമായും നമുക്ക് കാണാം. ഇവയെ ഒരേ മനോഭാവത്തോടെ നേരിടുന്നത് ജീവിതത്തിലെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പരാജയത്തിന് പ്രാധാന്യം. പരാജയം അവസാനമല്ല, മറിച്ച് കൂടുതൽ നന്നായി ചെയ്യാൻ ആവശ്യമായ ദിശാബോധം നൽകുന്ന ഒരു വലിയ ഗുരുവാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. തോൽവിയിൽ നിന്ന് പഠിക്കുന്നത് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. മനോഭാവം. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെയും പരാജയത്തിൽ അമിതമായി ദുഃഖിക്കാതെയും രണ്ടിനെയും ഓരോ മനോഭാവത്തോടെ കാണുക. മനസ്സിൻ്റെ പങ്ക്. വിജയവും പരാജയവും നിർണയിക്കപ്പെടുന്നത് വ്യക്തിയുടെ മനസ്സിലാണെന്നും ആത്മവിശ്വാസത്തോടെയും ശരിയായ ശ്രമത്തിലൂടെയും പരാജയങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമെന്നും പറയുന്നു. ഉത്തരവാദിത്വം. കുട്ടികളായാലും മുതിർന്നവരായാലും വിജയത്തിനൊപ്പം പരാജയത്തെയും അംഗീകരിക്കാൻ ശ്രമിക്കുന്നത് മാനസിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതാണ് യഥാർത്ഥ വിജയം. നന്ദി. ആത്മാവുണ്ടെന്ന് തോന്നുന്ന ചില വരികൾ നമ്മുടെ ജീവിതമായോ ഏതെങ്കിലും അനുഭവമായോ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നവ അടങ്ങിയിരിക്കുന്ന ഗാനങ്ങളെ നമ്മൾ ഏറെ സ്നേഹിക്കും. ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഹിന്ദുസ്ഥാനി രാഗത്തിൽ ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് MG ശ്രീകുമാർ ആലപിച്ച ഗാനം ടീന ടീച്ചർ നമുക്കായി ആലപിക്കുന്നു. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണെരിഞ്ഞീടാം. നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണെരിഞ്ഞീടാം.
സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ എന്നുമീ ശ്രീലകം ധന്യമായിടൂ. ശ്യാമയാമിനിയിൽ നീ സാന്ദ്രചന്ദനമായി താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. നിന്റെ കാലടിയിൽ ജപതുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ പൂത്തു നിന്നീടാം. നിന്റെ കാലടിയിൽ ജപതുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ പൂത്തു നിന്നീടാം. നിന്റെ മോഹതപസ്സിൽ നിന്നും നീ ഉണർന്നാലേ മോക്ഷവും മുക്തിയും കൈവരുന്നുള്ളൂ. രാഗതമ്പുരുവിൽ നീ ഭാവപഞ്ചമമായി താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കഥകൾ ജീവന്റെ പ്രതിച്ഛായകളാണ്. അത് മനുഷ്യജീവിതമാകാം, മൃഗമാവാം, പക്ഷിയാകാം, മരമാവാം. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവാണുവും കഥകളുടെ ഭാഗങ്ങളാകാറുണ്ട്. കേട്ടിരിക്കുന്ന കഥകളിൽ ഒരു ഗുണപാഠം കൂടിയുണ്ടെങ്കിലോ? ഒരു ഗുണപാഠ കഥ കേൾക്കാം. ആൻഡ് സ്നേഹ. വിജയത്തിന്റെ രഹസ്യം. ഒരു ഗ്രാമത്തിൽ രാഹുൽ എന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ പരീക്ഷകളിൽ എപ്പോഴും പരാജയപ്പെട്ടിരുന്നു. ഒരു ദിവസം അവൻ നിരാശയോടെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ചിലന്തിയെ കണ്ടു. ആ ചിലന്തി ഒരു വലിയ പാറയുടെ മുകളിലേക്ക് വല കെട്ടാൻ ശ്രമിക്കുകയായിരുന്നു. ഓരോ തവണ മുകളിലേക്ക് കയറുമ്പോഴും ചിലന്തി താഴെ വീണു. എന്നാൽ അത് ശ്രമം ഉപേക്ഷിച്ചില്ല. 9ാമത്തെ ശ്രമത്തിൽ ചിലന്തി പാറയുടെ മുകളിലെത്തി വല കെട്ടി പൂർത്തിയാക്കി. ഇത് കണ്ട രാഹുലിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ വീട്ടിൽ തിരിച്ചെത്തി കഠിനമായി പഠിക്കാൻ തുടങ്ങി. അടുത്ത പരീക്ഷയിൽ അവൻ ഉയർന്ന മാർക്കോടെ വിജയിച്ചു. ഗുണപാഠം: നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ ഏത് പരാജയത്തെയും വിജയമാക്കി മാറ്റാം. പാട്ടുകൾ ആർക്കാണ് ഇഷ്ടമാവാത്തത്? നിത്യജീവിതത്തിൽ സങ്കടം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ അതിലേക്കെല്ലാം മേഘവർഷമായി പാട്ടുകൾ പെയ്തിറങ്ങും. അതിനാലാണ് ചില സമയങ്ങളിൽ കേൾക്കുന്ന പാട്ടുകൾ ഒരിക്കലും മറക്കാത്തത്. ഒരു ഗാനവുമായി എത്തുന്നു സൗപർണിക. ഉദയമേ നീ അറിയുമോ, ഇരുളേറും നീ തീരവും മേലിരുളു തന്നതും ഈശ്വരവനും പൊരുളുമറിയാതാശ തരുമോ, പറവയായി ചിറകുമേകി തിരികെ വാങ്ങി നീയും തൂവലും തുടരും അവനിൽ ഇന്ദ്രജാലം തളരുമുയിരിൻ മന്ത്രമായി ഒരേ പ്രഭകിരണമേ കൈവിടുകയാണോ നീ? അലിവേ അലിവേ പൊഴിയുന്നിതൾ പാലാരവും തരണേ കനിവേ, നിൻ സാന്ത്വനങ്ങൾ നൽകണേ പതനേ തരണേ, ഉടയും മനം നൂൽ ചേർക്കണേ നിറയൂ നിറവേ. പാതിരാ പനി പോലെ പൊള്ളുമെന്നുടലാകെ അലയും ഹൃദയം തീരുമോ ചിതയിൽ
നെഞ്ചിലാളും തീമഴ പൊഴിയും നഞ്ഞു പോലും എരിയും നേരവും ഗീതവിങ്ങുമേ ഈ തനുകിലായി ഉയർ നിന്നിലെത്തൊരു ഇവനൊരു പ്രാണനോ പ്രാണനെ പുതിയുന്നൊരൻ സാരമേ പാവിയായി തീരുവാൻ തരികില്ല എൻ മലരെ അലിവേ അറിവേ പൊഴിയൊന്നിതൾ പാതാരവും തരണേ കനിവേ നിൻ സാന്ത്വനങ്ങൾ പൽകണേ പതനേ ധരണേ ഉടയും മനം നൂൽ ചേക്കനേ നിറയൂ നിറവേ തേടുമൊരു തണലേ നീ മാർവിലോ മുറിവേകി ഒഴുകും രണമോ നീ വാങ്ങും നേർ ചെയ്തോ പകലിരവുമായി വഴിയെ ഒരു പതികനായി വന്നിട ഒരു നിമിഷമെങ്കിലും മനസ്സു നിറയെ താരും പുഞ്ചിരി മതി ചുണ്ടിലു ജീവനോ ജീവനെ പിടയുന്നവൻ മേഹമായി മായുവാൻ തരികില്ല എൻ മലരെ അലിവേ അറിവേ പൊഴിയുന്നിതൾ പാതാരവും തരണേ കനിവേ നിൻ സാന്ത്വനങ്ങൾ നൽകണേ പതനേ ധരണേ ഉടയും മനം നൂൽ ചേർക്കണേ നിറയോ നിറവേ പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നവയാണ് നാടൻ പാട്ടുകൾ. കാലാന്തരത്തിൽ ഇവയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എങ്കിലും ഓരോ പ്രദേശത്തിൻ്റെയും ആചാരങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും പ്രതിഫലങ്ങളാണിവ. ഒരു നാടൻ പാട്ടുമായി എത്തുന്നു രഞ്ജിത. പൂമരം പൂത്തുലങ്ങ് പൂവാകയിൽ പൂത്തുമ്പിപ്പാടി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലങ്ങ് പൂവാകയിൽ പൂത്തുമ്പിപ്പാടി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലങ്ങേ പൂവാകത്തുമ്പി എന്നെ മറന്നോ എന്റെ ഓമനപ്പെൺകിടാവേ ഇനി എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ. ചുണ്ടിൽ ഞാൻ നൽകാം 100 ചുംബനപ്പൂക്കളിന്ന്. പൂമരം പൂത്തുലങ്ങി പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പച്ച വിരിച്ചൊരുങ്ങി കൊച്ചുമരത്തണലിൽ നിന്നെ കുറിച്ചെന്നും ഞാൻ പാടുന്നു പെൺകിടാവേ ഇനി ഈ മുളം തണ്ടിൽ ഞാൻ പാടുന്നീരാകും എന്റെ മറന്നു എന്നെ നീ പിരിഞ്ഞു പോയി. പൂമരം പൂത്തുലങ്ങി പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. ആവൽ പൈങ്കിളിയും പാടുന്നു മെല്ലെ നിന്റെ കിളിക്കൊഞ്ചൽ ഞാൻ ഓർക്കുന്നു പൈങ്കിളിയെ ഇനി എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ. ചുണ്ടിൽ ഞാൻ നൽകാം 100 ചുംബനപ്പൂക്കളിന്ന്. പൂമരം പൂത്തുലങ്ങി പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്ത് തേനൂറും പൂവായി നീ വിരിഞ്ഞേ. വാർത്തകളുമായി എത്തുന്നു ജെന്നിഫർ വിൻസെന്റ്. നമസ്കാരം. ഈ ആഴ്ചയിലെ സെന്റ് ഫിലോമിനാസ് വാർത്തകൾ. 2025-26 അധ്യയന വർഷത്തിലെ SSLCയിൽ നമ്മുടെ സ്കൂൾ 100% വിജയം കരസ്ഥമാക്കി. 15 കുട്ടികൾ ഫുൾ A+ നേടി അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. സ്കൂൾ SPCയുടെ നേതൃത്വത്തിൽ മാതൃദിനം ആഘോഷിച്ചു.
ജൂൺ 1 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീകരണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കുട്ടികളുടെ വേനലവധി ആനന്ദകരമാക്കുന്നതിനായി നടത്തുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പ് തുടരുന്നു. നമ്മുടെ സ്കൂളിൽ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. എൻ്റെ പ്രിയ കൂട്ടുകാർ ഒരുക്കിയ റേഡിയോ പ്രിയോറിൻ്റെ ഈ ശ്രവ്യസുന്ദരമായ എപ്പിസോഡ് എല്ലാവരും നല്ലതുപോലെ ആസ്വദിച്ചില്ലേ? SSLC പരീക്ഷാ ഫലത്തിൻ്റെ മിന്നും വിജയപ്രഭയിൽ ഈ സന്തോഷത്തിൻ്റെ നെറുകയിൽ സെയിൻറ്റ് ഫിലോമിന സ്കൂൾ നിൽക്കുമ്പോൾ അടുത്ത വർഷം ഈ വിജയക്കൊടി ഞങ്ങളും പാലിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഉറപ്പോടെ ഞങ്ങൾ വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദിയോടെ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ